ഒരു കാലത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ബിഗസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലൊക്കെ സി പി എമ്മിനെ പറ്റി ചിലർ ചിത്രീകരിക്കാറുണ്ടായിരുന്നു. ആ കാലഘട്ടം പോയിട്ട് ഇപ്പോൾ ത്രിപുര, ബംഗാളിൽ നിന്നൊക്കെ സാധനം ഡിസപ്പിയർ ചെയ്തു. കേരളത്തിലാണെങ്കിലും ആലപ്പുഴ, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം, അതേപോലെ തിരുവല്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ, നേതാക്കൾക്കെതിരെ അണികൾ ബഹളം വയ്ക്കുന്നൊരു സാഹചര്യം വന്നു. എന്താ കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം ത്രിപുര, ബംഗാളിൻ്റെ ലൈനിൽ പോകാനാണോ പ്ലാൻ? ഇല്ല, അവർ പ്ലാൻ ചെയ്താലില്ലെങ്കിലും ഒരു ലോങ് ടേമിൽ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ആ സ്ട്രക്ചർ നിലനിൽക്കില്ല. അത് ലോകമെമ്പാടും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വീഴ്ച അതിവേഗത്തിലായിരിക്കും. വളരെ പെട്ടെന്ന് ഈ പാക്ക് ഓഫ് കാർഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങിടിഞ്ഞ് താഴെ വീഴും. സോവിയറ്റ് യൂണിയനിൽ അതാണ് സംഭവിച്ചത്. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും അത് ഒന്ന് കാറ്റും വെളിച്ചവും കടക്കുക, പിന്നെ സംഘടനാപരമായ റീസ്ട്രക്ചറിങ് ഉണ്ടാവുക. അങ്ങനെ അതൊരു യഥാർത്ഥ ജനാധിപത്യ രീതിയിലേക്ക് പോവുക. അങ്ങനെ പോകുന്നതിലൂടെ കമ്മ്യൂണിസം എന്നുള്ള ബേസിക് ആശയം നഷ്ടപ്പെടുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അത് കേരളത്തിൽ ദുർബലമായെങ്കിലും അത് കൊണ്ടു നടത്താൻ ഇവർ ശ്രമിച്ചു. അതിലാദ്യം ചെയ്ത കോംപ്രമൈസ് ഇവർ പാർലമെൻ്ററി ജനാധിപത്യം ഒരു ടെക്നിക്ക് എന്നുള്ള നിലയിൽ, അടവ് അല്ലെങ്കിൽ തന്ത്രം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് 57-ൽ അധികാരത്തിൽ വന്നു. അപ്പോഴും ഒക്കെ അകത്ത് ഈ ഒരു സ്റ്റാലിനിസ്റ്റിക് സംഘടനാ രൂപം നിലനിന്നിരുന്നു. അതിന് പല രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടായി. അങ്ങനെ 64-ൽ പാർട്ടി പിളർന്നു. അപ്പോഴും ഈ രണ്ട് പാർട്ടിയും അവരവരുടെ പാർട്ടിക്കുള്ളിൽ സ്റ്റാലിനിസം, ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇരുമ്പ് മറ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അതിൽ കൂടുതൽ സ്റ്റാലിനിസം സി പി എമ്മിലായിരുന്നു? അങ്ങനെയൊന്നുമില്ല, കൂടുതലും കുറവൊന്നുമില്ല. കാരണം സി പി എം വലിയ പാർട്ടിയാണ് എന്ന് വന്നപ്പോൾ ശ്രദ്ധ എല്ലാവരുടെയും അങ്ങോട്ടായി എന്നേ ഉള്ളൂ. സി പി ഐയിലും തരക്കേടില്ലാതെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ആളുകളെ ഒതുക്കുക, ചതുക്കുക, ഈ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. സി പി എമ്മിൽ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ഈ EMSൻ്റെ അപ്രമാദിത്വം വരികയും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഓരോരുത്തരായിട്ട് എം വി രാഘവൻ, പിന്നെ ഗൗരി അമ്മ, പിന്നെ അത് കഴിഞ്ഞ് EMSൻ്റെ കാലം കഴിഞ്ഞു. പിന്നെ അച്യുതാനന്ദനും പിണറായിയും എന്നുള്ള ദ്വന്ദ്വമായി. അന്നാണ് ഈ വിഭാഗീയത എന്നുള്ള വാക്ക് വരുന്നത്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് പാർട്ടികളിലൊന്നും വിഭാഗീയതയില്ല. അവിടെയുള്ളത് ഗ്രൂപ്പിസമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ വരുമ്പോൾ അതിൻ്റെ പേര് വിഭാഗീയത എന്നാണ്. കാരണം ഈ ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ ഒരു മോശം കാര്യവും, വിഭാഗീയത എന്തോ ഒരു ദാർശനികമായ ഒരു ഇതാണ്, തർക്കമാണ്. വാസ്തവത്തിൽ സ്ഥാനമോഹികളുടെ അടിയാണ് ഈ നടക്കുന്നത്. കാശുണ്ടാക്കാനുള്ള ഉന്തും തള്ളുമാണ് നടക്കുന്നത്. പക്ഷേ ബാക്കി പാർട്ടികളിലൊക്കെ ഗ്രൂപ്പിസം. രസം എന്താണെന്ന് വെച്ചാൽ ബാക്കി പാർട്ടികളും ഗ്രൂപ്പിസമാണെന്ന് സമ്മതിക്കും. ബാക്കി പാർട്ടികളും സി പി എമ്മിൻ്റെ കാര്യം വരുമ്പോൾ വിഭാഗീയത എന്ന് വാക്ക് ഉപയോഗിക്കും. അതാണ് സി പി എം ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ്. കാരണം അവരുടെ തർക്കവും വഴക്കും പോലും അതിനൊരു ദാർശനികമായ പരിവേഷം കൊടുത്തിട്ട് വിഭാഗീയത എന്ന വാക്ക് ഉപയോഗിക്കുക. വാസ്തവത്തിൽ വിഭാഗീയതയൊന്നുമല്ല, സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. അതിനകത്ത് സ്ഥാനമോഹികളുണ്ട്. അതുകൂടാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അവർ തന്നെ വരുത്തി വെച്ച ഒരു വിനയാണ് ഇസ്ലാമിക് ശക്തികൾക്ക് കൊടുത്ത മേൽക്കൈ. അത് വല്ലാതെ അവരെ പിടിച്ചുലച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ല അതിൻ്റെ ഉദാഹരണമാണ്. അതിന് തൊട്ട് പിന്നാലെ ഇനി കൊല്ലവും എറണാകുളവും വരും. പത്തനംതിട്ട, തിരുവല്ലയിൽ കാണുന്നത് സ്ഥാനമോഹം, അഴിമതിക്കുള്ള ചാൻസ്, ഇതൊക്കെ നഷ്ടപ്പെട്ടവർ തമ്മിലുള്ള വഴക്കാണ്. ബട്ട് ആലപ്പുഴയിൽ അങ്ങനെയല്ല. ഇപ്പോൾ ജി സുധാകരന് മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രിക പത്രത്തിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം, അതിനു വേണ്ടിയിട്ട് ജി സുധാകരനെ ക്ഷണിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുന്നു. ഇത് വാർത്തയായി കഴിഞ്ഞപ്പോൾ അതൊരു പക്ഷേ വാർത്തയാക്കിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മൈനർ തിങ്. ഒരു പത്രത്തിൻ്റെ ഈ സബ്സ്ക്രിപ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു ചടങ്ങ്. എത്രയായാലും ഒരു പത്രമാണല്ലോ. അപ്പോൾ അതങ്ങനെ പോകേണ്ടതാണ്. പക്ഷേ അത് സുധാകരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു മേജർ വാർത്തയാക്കി മാറ്റി.
എന്നിട്ട് വാർത്തയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നത് തെറ്റിദ്ധാരണയ്ക്കിടയുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ സുധാകരനെ പോയി കണ്ടു. BJP സുധാകരന് സ്വാഗതം എന്ന് പറഞ്ഞു. ഇതെല്ലാം വാസ്തവത്തിൽ ഒരു വർഷമെങ്കിലും താമസിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ഈ കർക്കിടകമല്ല, അതിന് മുമ്പത്തെ കർക്കിടകത്തിൽ രാമായണം ന്യൂസ് 18 ചാനലിൽ രാമായണം വായിച്ചാണ് സുധാകരൻ ഒരു മാറ്റം പ്രഖ്യാപിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നത്തിങ് പ്രിവെൻറ്റഡ് BJP ഫ്രം വെൽക്കമിങ്. അദ്ദേഹത്തെ പോയി കാണാമായിരുന്നു, ചെയ്യാമായിരുന്നു. സുധാകരന് ഒരു അവസരം കിട്ടിയാൽ BJPയിലേക്ക് പോകും, അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്? ഇല്ല, സുധാകരന് ഇനി അങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രായമായി. ഇപ്പോൾ 75-നും 80-നും ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ഈ പ്രായത്തിൽ മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വേറൊരു പാർട്ടിയിൽ പോയി ഒരു കസേരയിൽ ഇരിക്കാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ വർക്കിംഗ് ടൈം കഴിഞ്ഞല്ലോ, കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു സമയം കഴിഞ്ഞു. അതേസമയം ഒരു ലെജിറ്റിമസി അപ്പുറത്ത് കൊടുക്കാൻ അദ്ദേഹം പോയാൽ സാധിക്കും. CPMൽ നിന്ന് അദ്ദേഹം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെയുള്ള വർക്കിംഗ് ലെവലുള്ള യുവാക്കൾക്ക് അവർക്കൊക്കെ എന്നാൽ പിന്നെ നമുക്കും പോയാൽ എന്താ എന്നൊരു തോന്നലുണ്ടാകും. അതാണ് ഇവരുടെ ഇൻഫ്ലുവൻസ്, ആണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ. അവരായിട്ട് പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആ പ്രായം അവരുടെ കഴിഞ്ഞു. അവരുടെ പ്രഭാവം കൊണ്ട് കൂടുതൽ ആൾക്കാർ അവർ ജോയിൻ ചെയ്യുന്ന പാർട്ടിയിലേക്ക് വരും. ഈ BJPയുടെ ഇൻവിറ്റേഷൻ വലുതായിട്ട് CPMനെ കുഴപ്പത്തിലാക്കിയില്ല. ബട്ട് KC വേണുഗോപാൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് BJP CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. സുധാകരനെ എന്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റി മീറ്റിങ്ങിൽ വിളിച്ചില്ല, വിശദീകരണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കുന്നു. അവർ പരിഭ്രമിച്ചു പോയി. കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളൊരു ഭയം. അതെ, കോൺഗ്രസിലേക്ക് പോകാനാണ് സുധാകരന് എളുപ്പം. കാരണം ഐഡിയോളജിക്കലി പാരലായിട്ട് നിൽക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഐഡിയോളജിക്കലി എതിരായിട്ടാണ് BJP. വർഗീയതയുടെയൊക്കെ പ്രശ്നം പാരലായിട്ട് ഒഴുകുന്ന രണ്ട് തോടുകളാണ് CPMഉം കോൺഗ്രസും. അപ്പോൾ ഒരു തോട് മറ്റേ തോടിനെ ചേരാനായിട്ട് സ്വാഭാവികമായിട്ട് സാധിക്കും. ഇതങ്ങനെയല്ല, നേരെ എതിർ ഡയറക്ഷനിലേക്ക് ഒഴുകുന്ന തോടാണ് BJP. അപ്പോൾ അതിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജർക്കാണ്, മാനസികമായിട്ടും പൊതുരംഗത്തും എല്ലാം വലിയ ബഹളം നടക്കും. അപ്പോൾ അതുകൊണ്ട് സുധാകരന് ശരി കോൺഗ്രസിലേക്ക് ചേർന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട സിഗ്നൽ കൊടുക്കുകയും ചെയ്യാം, ന്യായം പറഞ്ഞ് നിൽക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ അത് സുധാകരൻ ചെയ്തു കളയുമോ എന്ന് പാർട്ടിക്ക് പേടിയുണ്ട്. ബട്ട് സുധാകരന് ചെയ്യാൻ ബേസിക് റീസൺ എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ ഇസ്ലാമികവൽക്കരണം. സുധാകരന് വിലയില്ലാതെ പോയി. KH സലാമിനാണ് ആലപ്പുഴയിൽ വില. അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഒരു ജിഹാദി വിളയാട്ടമാണ് അവിടെ നടക്കുന്നത്. അതെ, ആലപ്പുഴയിൽ. SDP-യുടെ കയ്യിലാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് 21 പേര് പോസ്റ്റർ എഴുതി വെച്ച് കുട്ടനാട്ട് രാജിവെച്ചു. പാർട്ടിയിൽ രാജിവെക്കൽ എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പാർട്ടി അവരെ പുറത്താക്കും. ഇന്ന ആൾ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രം പാർട്ടിയിലുണ്ടാവില്ല. പുറത്താക്കി എന്നേ ഉള്ളൂ. അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കി. അതേപോലെ സാറ് ഗ്രൂപ്പിസം, വിഭാഗീയത എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഗ്രൂപ്പിസം ഇപ്പോൾ ഏകാധിപത്യത്തിന് വഴിമാറിയിട്ടുണ്ടോ? അല്ല, പിണറായിയുടെ ഒരു ഏകാധിപത്യം അല്ല, അത് നേരത്തെ മുതലുണ്ട്. പിണറായിയുടെ ഏകാധിപത്യം നേരത്തെ മുതലുണ്ട്. അതിന് താഴെ കൊച്ചു റോബിൻ ഹുഡുകൾ പാർട്ടിയിലുണ്ടായി വന്നു. അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ സമ്മതമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ റിവോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് ആ പവർ സ്ട്രക്ചർ അങ്ങനെ ഉണ്ടായിരുന്നു. ടോപ്പിൽ പിണറായി വിജയൻ, ഓരോ ജില്ലയിലും പിണറായി വിജയൻ്റെ പിണിയാളുകളായ ജില്ലാ സെക്രട്ടറിമാർ ഇവരൊക്കെ. അപ്പോൾ അവരോട് റിവോൾട്ട് ചെയ്യുന്ന ചെറിയ തണ്ടും തടിയുമുള്ള ടീംസ്, ലോക്കൽ ടീംസ് ഇപ്പോൾ വരുന്നു. അവർ ഓപ്പൺലി റിവോൾട്ട് ചെയ്യുന്നു, ഇവരെ പൂട്ടിയിടുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നേതാക്കന്മാർ മാത്രം റിവോൾട്ട് ചെയ്യുള്ളായിരുന്നു. മാത്രമല്ല, കോൺഗ്രസ്സിലോ BJPയിലോ പോലും ഇല്ലാത്ത ഏർപ്പാടാണ് ഈ പൂട്ടിയിടുക. ഇറ്റ്സ് ഡിറ്റൻഷനാണല്ലോ, ഇൻറ്റിമിഡേഷനും ഡിറ്റൻഷനുമാണ് ഒരാളെ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ. പിന്നെ അത് നടന്നിരിക്കുന്നു. അതുകൂടാതെ അഴിമതി, ലൈംഗിക ആരോപണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അത് സൗകര്യം പോലെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തടിക്കുന്നതാണ്.
ആ സാധനമുണ്ട്, ഉം. പക്ഷെ അത് കേസാവാൻ ആരും സമ്മതിക്കില്ല. എന്നാൽ പരസ്പരം തോൽപ്പിക്കാൻ ആ ആയുധം ഉപയോഗിക്കുകയും ഉം. ചെയ്യും. ഉം. അതാണ് പാർട്ടിയിൽ അഴിമതിക്ക് തെളിവില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. അതേപോലെ ഇതിനൊന്നും തെളിവുണ്ടാവില്ലല്ലോ സാർ. ലൈംഗിക പീഡനം ആരെങ്കിലും സാക്ഷികളെ വിളിച്ച് നിർത്തിയാണോ നടത്തുന്നത്? അതിനൊന്നും ഒരിക്കലും തെളിവുണ്ടാവാറില്ല. ഏതായാലും ഇപ്പോൾ CPM-ന്റെ അസ്തമയമാണ് എന്ന് തോന്നുന്നു അല്ലെ? കേരളത്തിലും ഈ ബംഗാള് അന്തഛിദ്രം തുടങ്ങി കഴിഞ്ഞു. ഉം. അസ്തമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് സാർ. അത് അങ്ങനെ ഒരു സാധനവും അസ്തമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബംഗാളിലും അതേപോലെ ത്രിപുര, അതേപോലെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, റഷ്യ, എല്ലായിടത്തും ഒന്ന് അസ്തമിച്ച മട്ടാണല്ലോ. അതേപോലെ കേരളത്തിലും സംഭവിക്കും. ഇല്ല, ഞാനതിന് അങ്ങനെ തുനിയുന്നില്ല. കാരണം കേരളത്തിലെ സ്ഥിതി വ്യത്യാസമാണ്, പാർട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അസ്തമയം എന്ന് പറയുന്നത് പൊടുന്നനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കാം സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.